ബുദ്ധിയും വിവേകമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പോലീസ് സംവിധാനം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് RSSന് കീഴിലാണ്. RSS എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രം നടപ്പിലാക്കുന്ന, RSSന്റെ വിരുദ്ധമായ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാത്ത, RSSന്റെ താല്പര്യങ്ങൾ ഒരിക്കലും ലംഘിക്കാത്ത, അബോധത്തിൽ പോലും RSSന് നോ എന്ന് പറയാത്ത ഒരു സംവിധാനം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീപ് സ്റ്റേറ്റ് എത്ര വലുതാണ്, എത്ര ആഴമുണ്ടതിനെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സമീപകാലത്തെ സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്. അത് നേരത്തെ എല്ലാവരും വിളിച്ചു പറഞ്ഞതാണ്. ബുദ്ധിയും വിവേകമുള്ള ആളുകൾ പറഞ്ഞു, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിൽ നിന്നാണ്, RSSന്റെ ആസ്ഥാനത്തിൽ നിന്നാണ്. പക്ഷേ അന്ന് അതിനെ പുച്ഛിച്ചു തള്ളിയവർ, അങ്ങനെ പറഞ്ഞവരെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കി ചിത്രീകരിച്ചവർ, അങ്ങനെ പറഞ്ഞവർക്കെതിരെ നിങ്ങൾക്കറിയാം പിണറായിട എന്ന് പറഞ്ഞു മസിൽ ഇമോജി ഇട്ട ആളുകൾ. പക്ഷേ ഇന്നവരെ മഷിയിട്ട് തെരഞ്ഞാൽ പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാത്ത അവസ്ഥയാണ്. കാരണം അന്ന് ബുദ്ധിയും വിവേകമുള്ള ആളുകൾ എന്താണോ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഗുണകാംക്ഷയോടുകൂടി വിമർശിച്ചത്, അക്ഷരം പ്രതി അത് ഈ ആഭ്യന്തര വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ അപകടം പോലീസുകാർ നടത്തിയ അഴിമതിയല്ല, പോലീസുകാർ നടത്തിയ സ്വജനപക്ഷപാതിത്വമല്ല, പോലീസുകാർ നടത്തിയ കള്ളക്കടത്ത് മാത്രമല്ല. അത് അപകടം തന്നെയാണ്, അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതിനേക്കാൾ വലിയ മാരകമായ അപകടം എന്ന് പറയുന്നത് കേരളത്തിന്റെ വിഷലിപ്തമായ രാഷ്ട്രീയത്തിന് കൂട്ടിക്കൊടുപ്പ് നടത്താൻ ഇവിടുത്തെ പോലീസ് സംവിധാനം വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു വന്നതാണ്. ആർജവമുള്ള നിലപാടുകൾ ഇടതുപക്ഷ സംഘത്തിനും ഇടതുപക്ഷ സർക്കാരിനും ഇനിയും അവശേഷിക്കുമെന്നെങ്കിൽ പരസ്പരം പഴിചാരാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ ആർജവമുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അങ്ങനെ അതിനുവേണ്ടി ഒത്താശ ചെയ്ത ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കി അവരെ പുറത്തെടുക്കാനുള്ള, അല്ലെങ്കിൽ അവരെ പുറത്താക്കാനോ, അല്ലെങ്കിൽ അവരെ ഈ തസ്തികയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആർജവും അവർ കാണിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ കാണിച്ചില്ല എന്ന് മാത്രമല്ല അന്വേഷണ ചുമതല പോലും അതിന് നേതൃത്വം നൽകിയ ആളുകളുടെ കീഴിൽ തന്നെ കൊണ്ടുവരികയാണ്. കാരണം അവർക്കെതിരെ നോ പറയാനുള്ള ആർജവുമില്ല. യഥാർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഇടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് ആരെയും പേടിയില്ല, കാരണം എന്റെ മടിയിൽ കനമില്ല എന്നാണ്. മടിയിൽ കനമില്ല എന്ന് മാത്രം എങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ട്, അങ്ങനെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് ആരെയും ഭയമില്ല എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മടിയിൽ മാത്രമല്ല, അദ്ദേഹം നടന്നു പോകുന്ന ഓരോ മണൽത്തരിയും കനം കൂടിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ കേസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാം. അവിടുത്തെ നിരപരാധികളായ ആളുകളെ നിരവധി കേസുകൾ കുടുക്കി അവിടുത്തെ കേസിന്റെ തോത് വർദ്ധിപ്പിച്ച് കേസ് കൂടുതലുള്ള ക്രമസമാധാനം തകർന്ന സ്ഥലങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തെ എല്ലാം സത്യസന്ധമായി അഭിമുഖീകരിച്ച് അവർ നേതൃത്വം നൽകിയ എല്ലാ അന്വേഷണത്തെയും സത്യസന്ധമായി അഭിമുഖീകരിച്ചുകൊണ്ട് പുനരന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. കാരണം ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൃശൂർ പൂരം യഥാർത്ഥത്തിൽ അതിനുവേണ്ടി ഒത്താശ ചെയ്തത്, അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയത്, അതിനു മുമ്പ് RSS മേധാവികളുമായി കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചുവെന്ന് പരസ്യമായി അദ്ദേഹം സമ്മതിച്ചത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. RSSന് വേണ്ടി വിടുവേല ചെയ്യുന്ന ഈ പോലീസ് സംവിധാനത്തെ പടിക്ക് പുറത്താക്കാനുള്ള ആർജവം കാണിക്കേണ്ടതുണ്ട്. കാരണം അത് കേരളത്തോട് ചെയ്യുന്ന ഒരു നന്മയാണ്, കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും മൂല്യവത്തായ ഒരു നിലപാടാണ്. കാരണം കേരളത്തിലെ മനുഷ്യരുടെ മനസാക്ഷിയെ, അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സുകളെ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിഷവെത്തുപാക്കിക്കൊണ്ട് സമൂഹത്തിൽ വിദ്വേഷവും വെറുപ്പും വിതച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം തങ്ങളുടെ വോട്ട് ബാങ്കായി മാറ്റാൻ ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി കൊടപിടിച്ചവരാരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കേണ്ടത്. ആലോചിച്ച് നോക്കുക, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് സാധാരണ രീതിയിൽ ഒരു വിശേഷണം നടത്താറുണ്ട്. ആ വിശേഷണം എന്താണ്? ഇരട്ടച്ചങ്കൻ എന്നാണ്. ആ ഇരട്ടച്ചങ്കൻ എന്താണ് എന്ന് PV അൻവറിന്റെ വെളിപ്പെടുത്തലിലൂടെ കേരളം മനസ്സിലാക്കി. ഒന്നാമത്തെ കോർപ്പറേറ്റ് ശക്തികളുടെ ചങ്കാൻ, രണ്ടാമത്തെ കാവിച്ചങ്കാൻ, അല്ലാത്ത ഒരു ചങ്കും ഒരു എല്ലിൻ കഷ്ണവും അദ്ദേഹത്തിൽ ഇല്ല എന്ന് നാൾക്കുനാളെ വെളിപ്പെടുത്തപ്പെട്ട വിവാദങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇവിടുത്തെ ഇടതുപെട്ട പ്രസ്ഥാനങ്ങളിൽ മൂല്യവും അതുപോലെ തന്നെ ഈ കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും ഇടകെടുപ്പുള്ള ജീവിതത്തോട് ഗുണകാംക്ഷയുമുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തി അവർ നേരത്തെ അന്വേഷിച്ച കേസുകളെല്ലാം പുനരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് അവർ കുടുക്കിയ നിരപരാധികളായ ആളുകളെ കണ്ടുപിടിച്ച് ആശ്വസിപ്പിക്കുകയും ആ കേസുകളിൽ നിന്ന് അവർ റിലീവ് ചെയ്യാനുള്ള ഉത്തരവുകൾ നൽകിക്കൊണ്ടും അതിനെ തിരിച്ചുപിടിക്കാനുള്ള കേരളത്തിന്റെ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് ബ്യൂറോക്രസിയും അതുപോലെ തന്നെ രാഷ്ട്രീയ അജണ്ടകളും സമം ചേർന്ന് നടത്തിയ സംഘപരിവാർ തീരെഴുതി കൊടുക്കാനുള്ള ശ്രമത്തെ വലിയ മതിൽ കെട്ടിച്ചെറുക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കേവലം പോലീസും ഭരണകൂടം തമ്മിലുള്ള ഡീലിംഗ്സിന്റെ മാത്രം പ്രശ്നമല്ല, ഒത്തുകളിയുടെ മാത്രം പ്രശ്നമല്ല. ഇവിടുത്തെ സംഘപരിവാറിന് വേരോട്ടം ശക്തമാക്കുവാൻ വേണ്ടി ഇവിടുത്തെ മണ്ണൊരുക്കിയതിന്റെ ഡീലിംഗിന്റെ കഥകൾ കൂടിയാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത്.